സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 4. മക്കളെ, നമ്മുടെ ഏകകം സാർത്ഥകം ജീവിതം എന്നാണ്. സാർത്ഥകം ജീവിതം. ഈ ജീവിതം സാർത്ഥകമായിരിക്കണം. ഈ ജീവിതം എന്തെങ്കിലും അർത്ഥവത്തായിരിക്കണം. അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മളത് ചെയ്തിരിക്കണം. അതാണ് പരോപകാരം എന്ന് പറയും. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കാണ് പരോപകാരം എന്ന് പറയും. ഉപകാരങ്ങൾക്കാണ് പരോപകാരം എന്ന് പറയും. അന്യർക്ക് ചെയ്യുന്ന ഉപകാരം, പരോപകാരം കൊണ്ട് പുണ്യമേ ഉണ്ടാവുള്ളൂ എന്നല്ലേ പറയുന്നത്. പരോപകാരം പുണ്യായ പാപായ പരപീഡനം. ഇനി സാർത്ഥകം ജീവിതം. ജീവിതം സാർത്ഥകമാക്കണം. ഇവിടെ ഒരു വൃക്ഷം ഒരു ഉദാഹരണത്തിന് വെച്ചിരിക്കുകയാണ്. ആ ഒരു വൃക്ഷത്തിൻ്റെ ഒരു ഭാഗം വളരെയധികം ഭംഗിയുള്ളൊരു ഭാഗമുണ്ട്, മറ്റേ ഭാഗം വളരെയധികം കഷ്ടമുള്ള ഭാഗമാണ്. ഒരു ഭാഗത്ത് ഈ ഭൂമിയെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് ഭൂമിക്ക് വേണ്ട അനുകൂലമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. മറ്റേ ഭാഗത്ത് ഭൂമിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള നശീകരണത്തിനുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ നമ്മൾ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്, നദി മലിനമാകാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്, ഇവിടെയുള്ള വൃക്ഷലതാദികളെ സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റു ഭാഗത്ത് അതിനൊക്കെ വിപരീതമായിട്ട് വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കുകയാണ്. വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കുമ്പോൾ അതിലുള്ള പലതരത്തിലുള്ള ആ വൃക്ഷങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന പല ജീവജാലങ്ങൾക്കും വാസസ്ഥാനവും ഭക്ഷണവും എല്ലാം ഇല്ലാതാവും. അങ്ങനെ ഒരു തരത്തിലുള്ള നശീകരണം. മറ്റൊരു തരത്തിൽ ഈ ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം നദികളിലേക്ക് ആരും കാണാതെ ഒഴുക്കി വിടാണ്. എവിടേക്ക് ഏത് വഴിക്കാണ് ഈ നദിയിലേക്ക് ചേർത്ത് വരുന്നതെന്നറിയില്ല. വലിയ വലിയ ഓടകൾ ഉണ്ടാക്കിയിട്ട് വലിയ വലിയ കുഴലുകളിലൂടെ ഓടകളിലേക്ക് എത്തിച്ച്, ഓടകൾ നദികളിലേക്ക് എത്തിച്ച്, നദികൾ കടലിലെത്തി എല്ലാം മലീമസമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് ഭൂമിയെ ഞെക്കി ഞെരുക്കുന്ന ഒരു ഭാഗമാണ് മറ്റേ ഭാഗത്തുള്ള ചിത്രം കൊണ്ട് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് പാഠഭാഗം ഒന്നും കൂടെ നോക്കാം. അർത്ഥപൂർണം ഭവേത് ജീവിതം. ഈ ജീവിതം അർത്ഥപൂർണമാകണം. തദർത്ഥം ജീവിത ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി ഭവേയുഹു. അതിനുവേണ്ടി ഈ ഭൂമിയിൽ ധാർമ്മിക മൂല്യങ്ങൾ, ധാർമ്മികം എന്ന് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ പരിപാലനീയാനി ഭവേയുഹു. അത് നമ്മൾ പരിപാലിക്കണം. അവിടെ ഏകകേസ്മിൻ സൗഹാർദ്ദകുസുമാനി സർവേ ഭവന്തു സുഖിനഃ അഭയത മാത ഇതി ത്രയഃ പാഠാഃ സന്തി. ഒരു തവണ കൂടി വായിക്കട്ടെ. അർത്ഥപൂർണം ഭവേത് ജീവിതം. ഈ ജീവിതം അർത്ഥപൂർണമായിരിക്കണം എന്നാണ് പറയുന്നത്. ആയിരിക്കണേ എന്നല്ല, ആയിരിക്കണം, അത് നിർബന്ധമാണ് എന്ന്. തദർത്ഥം ജീവിതേ ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി ഭവേയുഹു. എങ്ങനെയാണ് ജീവിതം അർത്ഥപൂർണമാവുക? അതിനുവേണ്ടി ഈ ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ നമ്മൾ പരിരക്ഷിക്കണം. ഏകകേ അസ്മിൻ. അവിടെ ഏകകേ അസ്മിൻ എന്ന് പറയുമ്പോൾ ഒറ്റ പദമായിട്ടാണ് എഴുതിയത്. നമ്മളത് 2 പദമാക്കി എടുക്കണം, പിരിച്ച് പറയണം, പദം പിരിക്കണം. അപ്പോൾ ഏകകേ കഴിഞ്ഞിട്ട് ഒരു എസ് അടയാളമുണ്ട്. അതിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ എസ് അടയാളത്തിന് പ്രശ്ലേഷം എന്നാണ് പറയുക. ആ പ്രശ്ലേഷം ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മളവിടെ ആ എന്ന അക്ഷരമുണ്ട് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പദം പിരിക്കുമ്പോൾ ആ എന്ന അക്ഷരം അവിടെ വന്നിരിക്കണം. അപ്പം ഏകകേ അസ്മിൻ, അതാണ് ഏകകേ അസ്മിൻ. ഏകകേ അസ്മിൻ സൗഹാർദ്ദ കുസുമങ്ങൾ. പരസ്പരം സൗഹാർദ്ദം വേണം, സ്നേഹം വേണം. സർവേ ഭവന്തു സുഖിനഃ. എല്ലാവരും സുഖമുള്ളവരായിരിക്കണം. അഭയദ മാത. അഭയം തരുന്ന അമ്മ. അങ്ങനെ ത്രയഃ പാഠാഃ സന്തി. 3 പാഠങ്ങളുണ്ട്. ചതുർത്ഥഃ പാഠഃ സൗഹാർദ്ദകുസുമാനി. സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ സൗഹൃദം, സ്നേഹം തരുന്ന പൂക്കൾ. ഇവിടെ
ഒരു ധ്യേയവാക്യമാണ്, അശോകസ്തംഭത്തിലുള്ള ഒരു ധ്യേയവാക്യമാണ് സത്യമേവ ജയതേ. സത്യത്തിന് മാത്രമേ ജയം ഉണ്ടാവുകയുള്ളൂ. കളവ് അല്പനേരത്തേക്ക് ചിലപ്പോൾ ജയം ഉണ്ടായി എന്ന് നമുക്ക് തോന്നും, പക്ഷേ നിത്യമായ ആനന്ദം സത്യത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. നിത്യമായ ജയം സത്യത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യമാണ് എപ്പോഴും ജയമുണ്ടാകുക. പിന്നെ നമ്മുടെ ഉച്ചന്യായാലയത്തിൻ്റെ ധ്യേയവാക്യമാണ് യഥോ ധർമ്മസ്തതോ ജയ. എവിടെ ധർമ്മം അവിടെ ജയമുണ്ടാവും. നമ്മളെപ്പോൾ എന്ത് തന്നെ ആയാലും ധർമ്മം കൈവിടരുത്, അധർമ്മം ചെയ്യരുത്. ഇപ്പോൾ എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ചെറിയ കുട്ടികൾക്ക് അതും അല്ലാതെ അറിഞ്ഞോളണമെന്നില്ല. പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുക, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മമാണ്. എന്നാൽ അവരെ വീണ്ടും കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അധർമ്മമാണ്. അപ്പോൾ നമ്മൾ ധാർമ്മികമായ മൂല്യങ്ങൾ, വിലപിടിച്ച ചില കാര്യങ്ങൾക്കാണ് മൂല്യം എന്ന് പറയാം. ധാർമ്മികം എന്ന് പറഞ്ഞ ഒരു ഭയങ്കര മൂല്യമുള്ള ഒരു കാര്യമാണ്. ആ ധാർമ്മിക മൂല്യങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ സംസ്ഥാപിക്കണം. ഏതാദൃശാനി ധ്യേയവാക്യാനി ശ്രുതവാൻ കിം. ഇത്തരത്തിലുള്ള ധ്യേയവാക്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ധ്യേയവാക്യങ്ങളൊക്കെ. പക്ഷെ അത് മറന്നു പോയിരിക്കും. ഇനിയും ധ്യേയവാക്യങ്ങൾ വരും. അല്ലെങ്കിൽ കഴിഞ്ഞ പാഠത്തിൽ നിന്ന് ആ ധ്യേയവാക്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു പുസ്തകം ഉണ്ടാക്കണം. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ നല്ലൊരു പുസ്തകം വേണം. ധ്യേയവാക്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ ഏതാദൃശാനി ധ്യേയവാക്യാനി ശ്രുതവാൻ കിം. ശ്രുതാനി ധ്യേയവാക്യാനി വദതു. ധ്യേയവാക്യേ അത്ര ദത്തേ. മാനവജീവനെ ധ്യേയവാക്യാനി ആപ്തവാക്യാനി സുഭാഷിതാനി ച നിതരാം പ്രാധാന്യമസ്തി. മൂല്യാധിഷ്ഠിതം ഭവതി ജീവിതം. വിദ്യായാഹ സർവദാ ഏകത്വസ്യ. തെറ്റിപ്പോയി, ക്ഷമിക്കണേ. വിദ്യാലയാഹ എന്നാണ്. വിദ്യാലയാഹ സർവദാ ഏകത്വസ്യ സൗഹാർദ്ദസ്യ ച പ്രഭവസ്ഥാനാനി ഭവന്തി. സ്നേഹഃ, ത്യാഗഃ, ദയ, മൈത്രി, പരോപകാരഃ, കാരുണ്യം ഇത്യാദീനി വിവിധാനി മാനവിക മൂല്യാനി അധ്യയനേന സമാർജനീയാനി. കാനിചന സുഭാഷിതാനി പഠാമഹ. അപ്പോൾ നമ്മൾ പാഠഭാഗം ഒന്നും കൂടെ നോക്കാം. ധ്യേയവാക്യങ്ങൾ 2 സത്യമേവ ജയതേ, യഥോ ധർമ്മസ്തതോ ജയ. എവിടെ ധർമ്മം അവിടെ ജയം. ഏതാദൃശാനി ധ്യേയവാക്യാനി ശ്രുതവാൻ കിം. ഇത്തരത്തിലുള്ള ധ്യേയവാക്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? ഇനി അത് വീണ്ടും എടുത്ത് എഴുതണം. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലെയൊക്കെ പുസ്തകം എടുത്ത് നോക്കും. നല്ല നല്ല ധ്യേയവാക്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ശ്രുതാനി ധ്യേയവാക്യാനി വദതു. അതൊക്കെ നമ്മൾ ശേഖരിച്ചിട്ട് പറയണം. ധ്യേയവാക്യേ അത്ര ദത്തേ. ഇവിടെ 2 ധ്യേയവാക്യം എഴുതിയിട്ടുണ്ട്. അടിസ്ഥാനമുള്ള പ്രാമാണികതയുള്ള വാക്യങ്ങൾക്കാണ് ധ്യേയവാക്യങ്ങൾ എന്ന് പറയാം. മാനവജീവനെ ധ്യേയവാക്യാനി ആപ്തവാക്യാനി സുഭാഷിതാനി ച നിതരാം പ്രാധാന്യം അർഹന്തി. മാനവജീവിതത്തിൽ ധ്യേയവാക്യങ്ങളും ആപ്തവാക്യങ്ങളും സുഭാഷിതങ്ങളും നിതരാം പ്രാധാന്യം അർഹന്തി. ഇവിടെ പുതിയൊരു വാക്കാണ് വാക്കാണ്, പദമാണ് നിതരാം. ഇതിന് സമാനമായ മറ്റൊരു പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതീവ. അത് നിതരാം എന്ന് പറഞ്ഞാൽ അതീവ, വളരെയധികം. നിതരാം പ്രാധാന്യം അർഹതി. നിതരാം പ്രാധാന്യം അർഹതി. പ്രാധാന്യം അർഹതി. അവിടെ അങ്ങനെയാണ് അത് പദം പിരിച്ച് പറയാം. മൂല്യാധിഷ്ഠിതം ഭവതി ജീവിതം. മൂല്യത്തിൽ, നല്ല നല്ല കാര്യങ്ങളിൽ, ഗുണമുള്ള കാര്യങ്ങളിൽ ഉറച്ചതായിരിക്കണം നമ്മുടെ ജീവിതം. മൂല്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ ജീവിതം. വിദ്യാലയാഹ സർവദാ ഏകത്വസ്യ സൗഹാർദ്ദസ്യ ച പ്രഭവസ്ഥാനാനി ഭവന്തി. വിദ്യാലയത്തിൽ വെച്ചാണ് മിക്കവാറും നമ്മൾ എപ്പോഴും തന്നെ ഏകത്വവും, എല്ലാവരും ഒന്നാണ്, സൗഹൃദം, സ്നേഹബന്ധം, അതേപോലെ അതിൻ്റെയൊക്കെ പ്രഭവസ്ഥാനങ്ങൾ വിദ്യാലയങ്ങളാണ്. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസം കൊണ്ട് വലിയ കൂട്ടുകാരായിത്തീരുന്നു. അവർ സൗഹൃദം പങ്കിട്ടിട്ട്
എപ്പോഴും സൗഹൃദം നിർമ്മലമായിരിക്കണം, നല്ല ശുദ്ധമായിരിക്കണം, അതിൽ യാതൊരു കളവും പാടില്ല, കാപട്യം പാടില്ല. അങ്ങനെ ഈ വിദ്യാലയങ്ങൾ സർവ്വതാ ഏകത്വം, എല്ലാവരും ഒന്നാണെന്ന ഭാവം. ശരിക്കും നമ്മൾ ഒന്ന് തന്നെ, മനുഷ്യർ ഒന്ന്, ഏകമായ ജാതി മനുഷ്യർ. അത് ഏകത്വസ്യ സൗഹൃദസ്യ, സൗഹൃദം എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദം, സ്നേഹം, ഇതിൻ്റെ എല്ലാം പ്രഭവസ്ഥാനമാണ്. ഇതെല്ലാം തുടങ്ങുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. സ്നേഹ, അവിടെ സ്നേഹം പങ്കിടുന്നു. ത്യാഗം, മറ്റുള്ളവർക്ക് വേണ്ടി എന്തും കൊടുക്കുന്ന ഒരു ശീലം, ഉപേക്ഷിക്കുന്ന ഒരു ശീലം ഉണ്ടാകുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അത് വലിയ വലിയ ത്യാഗങ്ങളായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ദയ വേണം, കഷ്ടപ്പെടുന്നവരോട് ദയ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മൈത്രി, നല്ല മൈത്രി വേണം, കൂട്ടുകെട്ട് വേണം, പരോപകാരം വേണം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഉപകാരങ്ങൾ ചെയ്തിട്ട് അത് ഭാവിയിൽ വലിയ വലിയ ഉപകാരങ്ങൾ ചെയ്യാൻ കാരണമായി തീരട്ടെ. കാരുണ്യം, കഷ്ടപ്പെടുന്നവരോട് കാരുണ്യം. ഇത്യാദീനി വിവിധാനി മാനവിക മൂല്യാനി, തുടങ്ങിയ പലതരത്തിലുള്ള മാനവിക മൂല്യങ്ങൾ, പ്രാമാണികതയുള്ള പല കാര്യങ്ങളും അധ്യയനേന സമാർജനീയാനി, അധ്യയനത്തിലൂടെ, അധ്യയനം എന്ന് പറഞ്ഞാൽ പഠനമാണ്. വിദ്യാലയത്തിൽ അധ്യയനമാണല്ലോ നടക്കുന്നത്, പഠനമാണല്ലോ നടക്കുന്നത്. ആ അധ്യയനത്തിലൂടെ സമാർജനീയാനി, സമാർജിക്കണം, നമ്മൾ നേടണം. കാനിജന സുഭാഷിതാനി പഠാമഹ. ഇനി നമുക്ക് കുറച്ച് സുഭാഷിതങ്ങൾ ഒന്ന് പഠിക്കാം. എന്താണ് സുഭാഷിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നല്ല ഭാഷിതം, നന്മ വരാനുള്ള ഭാഷിതങ്ങൾ, നന്മ വരാനുള്ള പറച്ചിലുകൾ. ഇവിടെ ഇതൊക്കെ പണ്ട് എഴുതി വെച്ചിട്ടുള്ള സുഭാഷിതങ്ങളാണ്. അത് മഹാന്മാരുടെ സൃഷ്ടികളാണ്. അതിലെന്താ പറയണമെന്ന് വെച്ചാൽ, പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. നോക്കാം. പരോക്ഷേ കാര്യഹന്താരം, എല്ലാവരും വായിക്കണം. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം, പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേത് താദൃശം മിത്രം, വർജയേത് താദൃശം മിത്രം വിഷകുംഭം പയോമുഖം, വിഷകുംഭം പയോമുഖം. അപ്പോൾ പരോക്ഷേ കാര്യഹന്താരം, പരോക്ഷമായിരിക്കുക എന്ന് പറഞ്ഞാൽ കാണാത്ത സമയം, തമ്മിൽ കാണാത്ത സമയത്ത് നല്ല നല്ല കാര്യങ്ങളെയൊക്കെ മുടക്കുന്ന തരത്തിലുള്ള പ്രയത്നം ചെയ്യുക, കാണാതിരിക്കുമ്പോൾ. ഇനി കാണുമ്പോഴോ, പ്രത്യക്ഷമായിരിക്കുമ്പോഴോ, നേരെ നേരെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ നല്ല പ്രിയവാദികളായിത്തീരും. പ്രിയം പറയാം, നല്ല 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 എന്താ തേനൊഴുകുന്ന വാക്ക് പറയാം. പിന്നെ വർജയെ താദൃശം മിത്രം, അത്തരത്തിലുള്ള മിത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അയാളെ എന്ത് ചെയ്യണം? താദൃശം മിത്രം വർജയേത്, അങ്ങനെയുള്ള മിത്രത്തെ നമ്മൾ വർജിക്കണം, വേണ്ട. നമ്മളെപ്പറ്റി നമ്മളില്ലാത്ത സമയത്ത് വേണ്ടാത്തത് പറയുകയും നമ്മളെ കാണുമ്പോൾ തേനൊഴുകുന്ന വാക്കുകൾ പറയുകയും ചെയ്യുന്ന മിത്രങ്ങൾ നമുക്ക് വേണ്ട. അത്തരത്തിലുള്ള മിത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഏതുപോലെ? വിഷകുംഭം പയോമുഖം, ഒരു കുംഭം എന്ന് പറഞ്ഞാൽ കുടം, കുംഭത്തിൽ നിറച്ച് വിഷമാണ്. അതിൻ്റെ വായഭാഗത്ത് ലേശം പാലൊഴിച്ച് വെച്ചിട്ട് ഇത് പാൽക്കുംഭാണ്, പാൽക്കുടാണ് എന്ന് വിചാരിച്ചിട്ട് അതിലുള്ള പാലങ്ങോട്ട് കുടിക്കുമ്പോൾ വിഷം അകത്ത് ചെന്നിട്ട് മരണം സംഭവിക്കും. അപ്പോൾ വിഷകുംഭം പയോമുഖം പോലെ ഒരു വിഷകുംഭം പയോമുഖം, ഒരു കുംഭത്തിൽ വിഷം നിറച്ച് വെച്ച് അതിൻ്റെ വായഭാഗത്ത് ലേശം പാലൊഴിച്ച് വെച്ച് അത് കുടിക്കുന്നത്, അതിലുള്ള ആ പാല് കുടിക്കുന്നത് എപ്രകാരം നമുക്ക് അപകടത്തെ ചെയ്യുന്ന അപ്രകാരമാണ് ഇങ്ങനെയുള്ള മിത്രങ്ങളുടെ സ്ഥിതി. ഇനി ഇതെന്തൊക്കെയാണ് പറയണമെന്ന് നോക്കാം. അന്വയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പദ്യം കിട്ടുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ അർത്ഥം പറയാൻ പറ്റില്ല. അതിൽ വല്ല പദച്ഛേദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പദച്ഛേദം ചെയ്ത് അതിൽ ചില വാക്കുകളൊക്കെ എടുത്ത് വേണ്ട തരത്തിൽ ക്രമീകരിച്ച് വെച്ചാൽ അതിൻ്റെ അർത്ഥം വേഗം പറയാൻ പറ്റും. ഇങ്ങനെ പദച്ഛേദം ചെയ്ത് നമ്മൾ വേണ്ടതായ വാക്കുകളെയൊക്കെ യഥാക്രമം
ക്രമീകരിച്ച് വെക്കുന്നതിനെയാണ് അന്വയം എന്ന് പറയുന്നത്. ഈ സുഭാഷിതത്തിൻ്റെ അന്വയം നോക്കാം. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം ച യതു മിത്രം. യതു മിത്രം എന്ന് പദ്യത്തിലില്ല, നമുക്കൊരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കൂട്ടിച്ചേർത്ത് വെച്ചതാണ്. താദൃശം മിത്രം, അത്തരത്തിലുള്ള മിത്രത്തെ വിഷകുംഭം പയോമുഖം. പിന്നെ ഇവന്നും ഈ സുഭാഷിതത്തിലില്ല, അതും ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവ വർജ്ജയത്. അപ്പോൾ എന്തെല്ലാമാണ് അന്വയത്തിൽ പറയുന്നത്? പരോക്ഷ കാര്യഹന്താരം, കാണാതിരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നശിപ്പിക്കുക. പിന്നെ പ്രത്യക്ഷയെ പ്രിയവാദിനം, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ പഞ്ചാര വാക്കുകൾ പറയുക. അങ്ങനെയുള്ള യാതൊരു മിത്രമുണ്ടോ? താദൃശം മിത്രം, അത്തരത്തിലുള്ള മിത്രത്തെ പയോമുഖം വിഷകുംഭം ഇവ. പയോമുഖം, വായ്ഭാഗത്ത് മാത്രം പയസ് വെച്ച് പാല് വെച്ച് അതിൻ്റെ അടിയിൽ മുഴുവനും വിഷവും നിറച്ച് വെച്ച് അത് കുടിക്കുന്നത് എപ്രകാരം അപകടത്തെ ചെയ്യുമോ അപ്രകാരം അപകടകരമാണ് അങ്ങനെയുള്ള മിത്രം. ഇനി ആശയം. കാനിചന മിത്രാണി അസ്മാകം പുരതഃ പ്രിയം വദന്തി കിന്തു തേ അസ്മാകം അസാന്നിധ്യേ കാര്യവിഘ്നം കുർവന്തി. ഉപരിഭാഗേ ക്ഷീരയുക്തം അന്തഃ വിഷപൂർണം ഘടം യഥാ വർജ്യം തഥാ താദൃശമിത്രം വർജ്ജയത്. നമുക്കതിൻ്റെ ആശയം നോക്കാം. അർത്ഥം സാരാണ് കേട്ടോ മക്കളെ. എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കുന്ന മലയാളത്തിലുള്ള അർത്ഥം വേഗം മനസ്സിലാവും. ഈ ആശയത്തിൽ നോക്കാം. കാനിചന മിത്രാണി അസ്മാകം പുരതഃ പ്രിയം വദന്തി. ചില മിത്രങ്ങൾ നമ്മളെ കാണുമ്പോൾ പ്രിയം പറയും. കിന്തു തേ അസ്മാകം അസാന്നിധ്യേ, എന്നാൽ നമ്മുടെ അസാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? കാര്യവിഘ്നം കുർവന്തി, കാര്യത്തെ മുഴുവനും മുടക്കും. ഉപരിഭാഗേ ക്ഷീരയുക്തം, മുകൾ ഭാഗത്ത് ക്ഷീരവും അന്തഃ ഉള്ളിൽ വിഷപൂർണം ച ഘടം, വിഷവും നിറച്ച ഘടം യഥാവർജ്യം, എപ്രകാരം നമ്മളത് വർജിക്കുന്നോ, എപ്രകാരം നമ്മളത് ഉപേക്ഷണീയമാണോ, ഉപേക്ഷിക്കത്തക്കതാണോ, താദൃശം അത്തരത്തിൽ, തഥാ എപ്രകാരം അപ്രകാരം, യഥാ വർജ്യം എപ്രകാരം വർജ്യമാണോ, തഥാ അപ്രകാരം, താദൃശം മിത്രം വർജ്ജയേത് അങ്ങനെയുള്ള മിത്രത്തെ നമ്മൾ എന്ത് ചെയ്യണം? വർജിക്കണം, ഉപേക്ഷിക്കണം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഒന്നിലധികം അർത്ഥങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സമസ്ത പദമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിനെ വേറെ വേറെ ആക്കി പറയുന്നതാണ് വിഗ്രഹം. ചെറിയ കുട്ടികളാണെങ്കിലും ഒന്ന് കേട്ടാൽ മതി, അതിനെപ്പറ്റി യാതൊരു ചിന്തയും വേണ്ട, കേട്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയണം, അതിന് വേണ്ടിയിട്ട് മാത്രം. കാര്യഹന്താരം, അർത്ഥം കാര്യഹന്തീതി കാര്യഹന്ത തം കാര്യഹന്താരം. പ്രിയവാദിനം പ്രിയം വദതീതി പ്രിയവാദി തം പ്രിയവാദിനം. പ്രിയം പറയുന്നവൻ പ്രിയവാദി, തം അവനെ പ്രിയവാദിനം. ഇനി അടുത്ത സുഭാഷിതം. കരാവിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അവിചാര്യ പ്രിയം കുര്യാത് തന്മിത്രം മിത്രമുച്യതേ. കരാവിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അവിചാര്യ പ്രിയം കുര്യാത് തന്മിത്രം മിത്രമുച്യതേ. ഇനി പദച്ഛേദം. കരാവിവ, കരോ ഇവ, ശരീരസ്യ നേത്രയോരിവ, നേത്രയോഹോ ഇവ. ഇവിടെ രണ്ട് വാക്ക് ചേർന്നപ്പോൾ ര എന്ന അക്ഷരം വന്നിട്ടുണ്ട്. അവിടെ പദച്ഛേദം ചെയ്യുമ്പോൾ വിസർഗം വരണം. നേത്രയോഹോ ഇവ, നേത്രയോരിവ പക്ഷ്മണി അവിചാര്യ പ്രിയം കുര്യാ തന്മിത്രം മിത്രമുച്യതേ. തത് മിത്രമാണ് തന്മിത്രം. മിത്രമുച്യതേ അതാണ് പദച്ഛേദം. മിത്രം ഉച്യതേ. ഇനി അതിൻ്റെ അന്വയം നോക്കാം. ശരീരസ്യ കരോ ഇവ നേത്രയോഹോ പക്ഷ്മണി ഇവ യതു മിത്രം അവിചാര്യ പ്രിയം കുര്യാത് തത് മിത്രം മിത്രമുച്യതേ. ശരീരസ്യ കരോ ഇവ, ശരീരത്തിന് രണ്ട് കരങ്ങളെന്ന പോലെ. ഈ ശരീരത്തിന് എന്തെങ്കിലും വന്നു പോയാൽ അപ്പം അവിടെ കയ്യെത്തും. വേണ്ട കാര്യങ്ങൾ കൈയാണ് ചെയ്തു കൊടുക്കുക.
എവിടെയെങ്കിലും തട്ടി മുട്ടി വേദനിച്ച് പോയ കൈ അപ്പം അവിടെ വന്നിട്ട് അതിനൊന്ന് തലോടി ആ വേദനയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടതും മരുന്ന് എന്താ വേണ്ടത് വെച്ചാൽ അത് ചെയ്യാൻ എപ്പോഴും സന്നദ്ധമാണ് ആര് കൈകൾ. ശരീരത്തിന് രണ്ട് കൈകൾ എന്ന പോലെ അതുപോലെ നേത്രയോഹോ പക്ഷ്മാണിയോ എന്തെങ്കിലും ഒന്ന് കണ്ണിലേക്ക് ഒരു ഈച്ചെങ്കിലും പാറി വരുമ്പോൾ പെട്ടെന്ന് ഈ കൺപോളകൾ കണ്ട് പൂട്ടിയിട്ട് കണ്ണിനെ രക്ഷിക്കുന്നു. അതേപോലെ ആയിരിക്കണം മിത്രം. സ്വന്തം മിത്രത്തിന് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ അപ്പം അവിടെ മിത്രം എത്തിച്ചേരും. യഥാർത്ഥ മിത്രമാണെങ്കിൽ എത്തിച്ചേരും. ശരീരസ്യ കരോ ഇവ, ശരീരത്തിന് രണ്ട് കരങ്ങൾ എന്ന പോലെയും നേത്രയോഹോ പക്ഷ്മണി ഇവ, രണ്ട് നേത്രങ്ങൾക്ക് കൺപോളകൾ എന്ന പോലെയും ഏത് മിത്രമാണോ നമ്മളോട് പെരുമാറുന്നത് അവിചാര്യ പ്രിയം കുര്യാത് തത് മിത്രം ഉച്ചതേ. അവിചാര്യ ആലോചിക്കാതെ, നമ്മളൊന്നും ആലോചിക്കാതിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി പ്രിയമായ കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യും. തത് മിത്രം ഉച്ചതേ, അവനെയാണ് മിത്രം എന്ന് പറയുന്നത്. ഒരു തവണ കൂടി അന്വയം പറയട്ടെ. ശരീരസ്യ കരോ ഇവ നേത്രയോഹോ പക്ഷ്മണി ഇവ യതു മിത്രം അവിചാര്യ പ്രിയം കുര്യാത് തത് മിത്രം ഉച്ചതേ. ശരീരത്തിന് കൈകൾ പോലെയും കണ്ണുകൾക്ക് കൺപോളകൾ പോലെയും യാതൊരു മിത്രമാണോ ആലോചിക്കാതിരിക്കുമ്പോൾ തന്നെ പ്രിയം ചെയ്യുന്നത് തത് മിത്രം ഉച്ചത്, അങ്ങനെയുള്ള മിത്രമാണ് യഥാർത്ഥ മിത്രം. ആശയം: ദേഹസ്യ കൃതേ കരോ, ദേഹത്തിന് വേണ്ടി രണ്ട് കൈകൾ, നയനയോഹോ കൃതേ പക്ഷ്മണി, നയനങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് കൺപോളകൾ, യഥാ ഝടിത്യവ, ഇപ്രകാരം പെട്ടെന്ന് തന്നെ, ഝടിതിയേവ പ്രയോജനം കുരുതഹ, നമുക്ക് ഉപയോഗമുള്ളതാക്കി തീർക്കുന്നു. തഥയഹ വിചാര്യ അസ്മഭ്യം, അതുപോലെ യാതൊരാളാണോ വിചാരിക്കാതിരിക്കുമ്പോൾ അസ്മഭ്യം നമുക്ക് വേണ്ടി പുതിയ പദമാണ് കേട്ടോ. അസ്മഭ്യം നമുക്ക് വേണ്ടി സഹായം കരോതി, സഹായം ചെയ്യുന്നത് സഹായവ ഉത്തമ സുഹൃത്ത്, അവനാണ് ഉത്തമ മിത്രം. പദച്ഛേദം: കരാവിവ, രണ്ട് പദമുണ്ട്. കരൗ ഇവ, അതൊരു നല്ലൊരു പദച്ഛേദമാണ്. കരൗ ഇവ. പദച്ഛേദങ്ങളെല്ലാം നമ്മുടെ ആ പുതിയ നല്ലൊരു ബുക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പദച്ഛേദങ്ങൾ മാത്രം എഴുതാൻ ഒരു 3 പേജ് അവിടെ മാറ്റി വെച്ചോളൂ. നമുക്ക് വരുന്ന പദച്ഛേദമൊക്കെ അതിലേക്ക് കയറ്റി എഴുതണം. ധ്യേയവാക്യങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് എടുത്തെഴുതണം. നല്ലൊരു ബുക്ക് വേണം, അത്യാവശ്യമാണ്. അപ്പോൾ ഈ പദച്ഛേദം അതിലെഴുതണം കേട്ടോ. ഇനി യസ്യ മിത്രേണ സംഭാഷ, യസ്യ മിത്രേണ സംസ്ഥിതി, മിത്രേണ സഹായോ ഭുങ്ക്തേ തതോ നാസ്തീഹ പുണ്യവാൻ. ഒരു തവണ കൂടി. യസ്യ മിത്രേണ സംഭാഷ, യസ്യ മിത്രേണ സംസ്ഥിതി, മിത്രേണ സഹയോ ഭുങ്ക്തേ തതോ നാസ്തീഹ പുണ്യവാൻ. ഒന്ന് വായിക്കണം. യസ്യ മിത്രേണ സംഭാഷ, യസ്യ മിത്രേണ സംസ്ഥിതി, മിത്രേണ സഹായോ ഭുങ്ക്തേ തതോ നാസ്തീഹ പുണ്യവാൻ. ഇനി പദച്ഛേദം ഉണ്ടോ നോക്കുക. യസ്യ മിത്രേണ സംഭാഷ, യസ്യ മിത്രേണ സംസ്ഥിതി, മിത്രേണ സഹായോ ഭുങ്ക്തേ, അത് പിരിക്കും. യോ എന്ന് പിരിക്കുമ്പോൾ യഹ എന്ന് വരും. കോ എന്നിടത്ത് പിരിക്കണമെങ്കിൽ കഹ എന്ന് വരും. സോ എന്ന സ്ഥലത്ത് പിരിക്കുകയാണെങ്കിൽ സഹ എന്ന് വരും. യോ യഹ ഭുങ്ക്തേ, തതോ പിരിക്കുമ്പോൾ തതഹ, നാസ്തിഹ നാസ്തി ഇഹ പുണ്യവാൻ. ഇനി അന്വയം എങ്ങനെയാണെന്ന് നോക്കാം. യസ്യ മിത്രേണ സഹ മിത്രേണ സംഭാഷ, യസ്യ മിത്രേണ സംസ്ഥിതി, യഹ മിത്രേണ സഹ ഭുങ്ക്തേ തതഹ പുണ്യവാൻ ഇതി നാസ്തി, പുണ്യവാൻ ഇഹ നാസ്തി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. യസ്യ മിത്രേണ സംഭാഷ, ആർക്കാണോ മിത്രത്തോടൊപ്പം എപ്പോഴും സംഭാഷണം ചെയ്തിരിക്കാനും, യസ്യ മിത്രേണ സംസ്ഥിതി, എപ്പോഴും മിത്രത്തോടു കൂടെ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത്, യഹ മിത്രേണ സഹ ഭുങ്ക്തേ, എന്ത് കിട്ടിയാലും മിത്രത്തോടൊപ്പം ഭക്ഷിക്കുന്നത്, അങ്ങനെയുള്ള തതഹ, അതിൽ പരം ഒരു പുണ്യവാൻ ഇഹ നാസ്തി, ഇവിടെ ഇല്ല. ഏറ്റവും വലിയ പുണ്യമാണ് യഥാർത്ഥ മിത്രത്തെ ലഭിക്കുക എന്നത്. മിത്രത്തെ ഒരിക്കലും ചതിക്കാൻ പാടില്ല. വേണ്ട സമയത്ത് എത്തണം, ഉപകാരം ചെയ്യണം. ആശയ: യഹ സുഹൃജ്ജനേന സഹ സംഭാഷണം കരോതി, ആരാണ് സുഹൃത്തുക്കളോട് കൂടി സംഭാഷണം ചെയ്യുന്നത്, തേന സഹ വർത്തതേ, അവനോടുകൂടി എപ്പോഴും
വർത്തിക്കുന്നത്, പെരുമാറുന്നത്. തേന സഹ ഭുങ്ക്തേ, അവനോടുകൂടെ ഭക്ഷണം കഴിക്കുന്നത്. തസ്മാത് പുരുഷാത് അന്യഹ, ആ പുരുഷനിൽ നിന്ന് വ്യത്യസ്തനായി കോപി പുണ്യവാൻ അസ്മിൻ ലോകേ നാസ്തി, മറ്റൊരു പുണ്യവാൻ ഈ ലോകത്തിലില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യമാണ് ഒരു നല്ല മിത്രത്തെ കിട്ടുക, അവനോടുകൂടി സംഭാഷണം ചെയ്യുക, അവനോടുകൂടി എപ്പോഴും വർത്തിക്കുക, അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യങ്ങൾ. അടുത്തത് പദച്ഛേദം. തതോ നാസ്തിഹ, തതഹ ന അസ്തിയാണ്, നാസ്തി, തതഹ ന അസ്തി ഇഹ. അത് നമ്മൾ നല്ല പുസ്തകത്തിലേക്ക് എഴുതി ചേർക്കണേ, ചെയ്യണേ പഠന പ്രവർത്തനങ്ങൾ. സുഭാഷിതാനി സതാളം ആലപതു, സുഭാഷിതങ്ങൾ നന്നായിട്ട് പാടുക, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അക്ഷരസ്ഫുടത വേണം, പദജ്ഞാനം വേണം, ആശയ അവബോധം വേണം, ഉചിത ഭാവം വേണം, ഉചിത താളം വേണം. ഈ വാക്കുകളൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ വേഗം പറയുന്നത്. പല പാഠങ്ങളിലും ഈ വാക്കുകൾ വന്നതാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാനത് വേഗം വായിച്ച് ഒരു തവണ കൂടി വായിക്കുക. അക്ഷരസ്ഫുടത, അക്ഷരം നന്നാവണം, പദജ്ഞാനം, പദങ്ങൾ അറിയണം, ആശയബോധം, ആശയം അറിയണം, ഉചിത ഭാവം, ഉചിതമായ ഭാവം വേണം, ഉചിത താളവും വേണം. അപ്പോൾ സുഭാഷിതം നന്നായിത്തീരും. ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകേ ലിഖതു. ഞാനിപ്പോൾ ഒരു പുസ്തകത്തെ പറ്റി പറഞ്ഞില്ലേ, അത് വേണമെങ്കിൽ ടിപ്പണി പുസ്തകം നോക്കാം. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആ ടിപ്പണി പുസ്തകത്തിൽ എഴുതുക. അധുന, ഇദാനീം, കരൗ, ഹസ്തൗ. അധുന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഇദാനീം എന്നർത്ഥം. പിന്നെ ഹസ്തൗ, കരോ എന്ന് പറഞ്ഞാൽ ഹസ്തൗ, 2 കൈകൾ. ഇനി പ്രദത്താനി വാക്യാനി പഠിത്വ താദാശയുക്താനി സുഭാഷിതാനി ലിഖതു. പ്രദത്താനി, തന്നിട്ടുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക, എന്നിട്ട് ആ ആശയം യുക്തമായിട്ടുള്ള സുഭാഷിതം എഴുതണം. അതിപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. യോ പരോക്ഷേ കാര്യഹന്താരഹ പ്രത്യക്ഷേ പ്രിയവാദിനഹ താൻ ജനാൻ വർജയത്. അപ്പോൾ എന്താണ് അതിൻ്റെ സുഭാഷിതങ്ങൾ? മറ്റേ സുഭാഷിതം 3 സുഭാഷിതമല്ലേ ഉള്ളൂ, 3 മനസ്സിലായതാണല്ലോ. ആ സുഭാഷിതം എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ നേരെ എഴുതി ചേർക്കണം, ഈ വരി എഴുതി കഴിഞ്ഞിട്ട്. പിന്നെ നേത്രയോ പക്ഷ്മാണി ഇവ വിചാര്യായ പ്രിയം കരോതി സഹാമിത്രം ഭവതി. അതും തന്നെ നേത്രങ്ങൾക്ക് പക്ഷ്മങ്ങൾ എന്ന പോലെ അവിചാര്യ ആലോചിക്കാതിരിക്കുമ്പോൾ ആരാണോ പ്രിയം ചെയ്യുന്നത് അവൻ യഥാർത്ഥ മിത്രം. പിന്നെ യസ്യ മിത്രേണ സഹ സദാ സംസ്ഥിതി അസ്തി സഹ പുണ്യവാൻ. അതും ഇപ്പം നമ്മൾ അവസാനം പറഞ്ഞ സുഭാഷിതം ഇനി നമ്മൾ ഒരു തവണ കൂടി വായിക്കുമ്പോൾ ആ സുഭാഷിതം കേൾക്കാം. മൈത്രി ഇത്യാശയയുക്താനി സുഭാഷിതാനി സഞ്ചിത്യ സമ്പുടം രചയതു. നിങ്ങൾ 5ാം ക്ലാസ്സിലല്ലേ, എവിടെയെങ്കിലും മൈത്രിയെ പറ്റിയിട്ടുള്ള സുഭാഷിതങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എടുത്തെഴുതുക, കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുമ്പോൾ എടുത്തെഴുതണം. യഥാ പാപാൻ നിവാരയതി യോജയതേ ഹിതായ ഗുഹ്യം വിഗൂഹതി ഗുണാൻ പ്രകടീകരോതി ആപദ്ഗതം ച ന ജഹാതി ദദാതി കാലേ സന്മിത്രലക്ഷണമിതം പ്രവദന്തി സന്തഃ. ചെറിയ മക്കളാണ്, ഇത് വലിയ സുഭാഷിതമാണ്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, പാപാൻ നിവാരയതി യോജയതേ ഹിതായ, പാപത്തിൽ എന്തെങ്കിലും ഒരു പാപകർമ്മം ഒരു കൂട്ടുകാരൻ ചെയ്യാൻ പുറപ്പെടുകയാണെങ്കിൽ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. പിന്നെ നല്ല കാര്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കണം. നമുക്ക് ഗുഹ്യമായ കാര്യങ്ങൾ ഗുഹ്യമായിട്ട് വെക്കണം. സുഹൃത്തിൻ്റെ രഹസ്യമായ കാര്യം ഉണ്ടെങ്കിൽ അത് സുഹൃത്തിന് എന്തെങ്കിലും മാനഹാനി വരുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ അത് ഗുഹ്യമായിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. ഗുണങ്ങളുണ്ടെങ്കിൽ അത് നല്ലവണ്ണം പ്രകടിപ്പിക്കുകയും വേണം. ആപദ്ഗതം ചെന്ന ജഹാദി, ആപത്തിലകപ്പെട്ടാൽ ഒഴിവാക്കരുത് അയാളെ. കാലേ ദദാതി, വേണ്ട കാലത്ത് അവന് വേണ്ടത് കൊടുക്കണം. സന്മിത്ര ലക്ഷണമിതം പ്രവദന്തി സന്തഃ. ഇതെല്ലാമാണ് സന്മിത്രത്തിൻ്റെ, ഒരു നല്ല മിത്രത്തിൻ്റെ ലക്ഷണമെന്ന് സന്തഃ പ്രവദന്തി, സജ്ജനങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതൊക്കെയാണ്. പാപാൻ നിവാരയതി യോജയതേ ഹിതായ ഗുഹ്യം നിഗൂഹതി ഗുണാൻ പ്രകടീകരോതി ആപദ്ഗതം ച ന ജഹാതി ദദാതി കാലേ സന്മിത്രലക്ഷണമിതം പ്രവദന്തി സന്തഃ. സുഭാഷിതാനി പഠിത്വാ ആശയം വദതു അവതാരയതു. ഇനി റിക്തസ്ഥാനാനി പൂരയതു.
നമ്മൾ വനശബ്ദം പഠിച്ചതാണ്. വനം, വനേ, വനാനി പഠിച്ചു. അതേപോലെ യാനം പറഞ്ഞോളേ. ഞാൻ വനം പറയാം. വനം, യാനം, വനേ, യാനേ, വനാനി, യാനാനി. പിന്നെ നയനേ എന്ന് ദ്വിവചനമുണ്ട്. ഇനി ഏകവചനവും ബഹുവചനവും ചേർക്കണം. എന്താണ് ഏകവചനം പറയേണ്ടത്? നയനേ എന്നാണ്, വനേ പറയും പോലെ. അപ്പോൾ നയനം എന്ന് ആദ്യത്തെ ഭാഗത്ത് ചേർക്കണം. നയനം, നയനെ, പിന്നില്ല അവസാനത്ത് നയനാനി. ശരീരം, ശരീരേ, ശരീരാണി എന്നാണ് പറഞ്ഞത്. ശരീരാണി എന്നാണ്, അവിടെ നീ അല്ല, നീ എന്നാണ്. ശരീരം, ശരീരേ, ശരീരാണി. അതേപോലെ മറ്റൊരു വാക്ക് മിത്രം, മിത്രേ പറഞ്ഞോളൂ, മിത്രാണി. ഇനിയോ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ സുഭാഷിതം നന്നായിട്ട് പാടാൻ പഠിച്ചു. ശബ്ദകോശം നിരീക്ഷ, നൂതന പദാനാർത്ഥം എഴുതി. ആശയയുക്തമായിട്ടുള്ള സുഭാഷിതം അലിഖത് എഴുതി. സുഭാഷിതാനം സമ്പുടം അര ചെയ്ത്. അപ്പം ഇനി മുതൽ നമ്മൾ പഠിക്കുന്ന സുഭാഷിതം നിങ്ങളുടെ നല്ല പുസ്തകത്തിൽ എഴുതി വയ്ക്കണം. പിന്നെ സുഭാഷിതാനം സമ്പുടം അര ചെയ്ത് കാലം കൊണ്ട് സമ്പുടം ഉണ്ടാക്കാം. സുഭാഷിതാന ആശയം അവതത്, സുഭാഷിതത്തിൻ്റെ ആശയം പറയണം. അകാരാന്ത നപുംസകലിംഗ ശബ്ദാൻ അലിഖത്. അകാരാന്ത നപുംസകലിംഗം നമ്മൾ പഠിച്ചതാണ്. വനശബ്ദം അവിടെ പഠിച്ചിട്ടുണ്ട് കുറച്ച് പാഠം മുന്നേ. അതേപോലെ മറ്റൊരു ശബ്ദം നിങ്ങൾ എടുത്തിട്ട് അത് എഴുതി അത് പറഞ്ഞ് പഠിക്കണം. അകാരാന്ത നപുംസകലിംഗാണ് വനശബ്ദം, അത് പഠിക്കണം. ഇനി ഇവിടെ നോക്കാം. ഇവിടെ വനശബ്ദം പോലെ ഇതാ മിത്രം, മിത്രേ, മിത്രാണി. സംബോധന പ്രഥമ ഹേ മിത്ര, മിത്രേ, മിത്രാണി. ദ്വിതീയ മിത്രം, മിത്രേ, മിത്രാണി. ഇനി അങ്ങോട്ട് നമ്മൾ ബാലശബ്ദം പോലെ മിത്രേണ, മിത്രാഭ്യ, മിത്രൈഹി, മിത്രായ, മിത്രാഭ്യ, മിത്രേഭ്യ, മിത്രാഭ്യ, മിത്രേഭ്യ, മിത്രസ്യ, മിത്രയോഹോ, മിത്രാണ, മിത്രേ, മിത്രയോഹോ. ഇങ്ങനെ പറയാൻ പഠിക്കണം നല്ല കുട്ടികളായിട്ട്, നല്ല ഉച്ചാരണത്തിൽ. അപ്പോൾ അതിൻ്റെ മുന്നുള്ളത് കൂടെ പറഞ്ഞിട്ടില്ല. ഇത് വേറൊരു തരത്തിലുള്ള ധാതുവാണ്, ക്രിയാധാതു കൃഞ്ഞാണ്. ആ കൃഞ്ഞ് ധാതുവിൻ്റെ പരസ്മയപതിയിൽ അട്ടിലെ രൂപം ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്ന് 3 വചനങ്ങളുണ്ട് എല്ലാ ശബ്ദങ്ങൾക്കും. അതിൽ പ്രഥമ പുരുഷനിൽ സഹ, സ, ബാലഹ, ബാലിക ഒക്കെ കർത്താവാകുമ്പോൾ കരോതി, കുരുതഹ, കുറുവന്തി. പിന്നെ മധ്യപുരുഷൻ ത്വം, യുവാം, യൂയം എന്നാണ് കർത്താവാകുമ്പോൾ കരോഷി, കുരുതഹ, കുരുധ. ഉത്തമ പുരുഷനിൽ അഹം, ആവാം, വയം എന്നാണ്. അതൊക്കെ ഇനിയും പഠിക്കും, ഇനിയും പറയും, അപ്പോൾ പഠിച്ചാൽ മതി. അപ്പോൾ കരോമി, കുർവഹ, കുർമഹ. അപ്പോൾ ഞാൻ ഇത് മാത്രം ഒന്ന് പറയട്ടെ. കൃഞ്ഞധാതു പരസ്മൈവതിയിൽ അട്ട് കരോതി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാണ്. ഈ 9 വാക്കുതാ കരോതി, കുരുതഹ, കുറുവന്തി, കരോഷി, കുരുതഹ, കുരുധ, കരോമി, കുർവഹ, കുർമ. ഇതിനെല്ലാം അർത്ഥം ചെയ്യുന്നതാണ്. ഞാൻ ചെയ്യുന്നു, ഞങ്ങളുടെ അല്ല, ഇപ്പം ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ. അവൻ ചെയ്യുന്നു, അവർ 2 പേർ ചെയ്യുന്നു, അവർ ചെയ്യുന്നു, അവൾ ചെയ്യുന്നു, അവർ 2 പേർ ചെയ്യുന്നു, അവർ ചെയ്യുന്നു, അമ്മ ചെയ്യുന്നു, അച്ഛൻ ചെയ്യുന്നു ഒക്കെ പറയേണ്ടി വരില്ലേ. അപ്പോഴൊക്കെ നമ്മൾ ആ ഒന്നാമത്തെ പ്രഥമ പുരുഷനിലെ വാക്കെടുക്കണം, കരോതി വചനം നോക്കിയിട്ട്. ഇനി മധ്യമപുരുഷനിൽ ഏകവചനത്തിൽ ത്വം, ദ്വിവചനത്തിൽ യുവാം, ബഹുവചനത്തിൽ യൂയം. ത്വം കരോഷി, യുവാം കുരുതഹ, യൂയം കുരുധ. ഉത്തമ പുരുഷനാണെങ്കിൽ അഹം, ആവാം, വയം. അഹം കരോമി, ആവാം കുർവഹ, വയം കുർമഹ. ഇനി മിത്രം, മിത്രേ, മിത്രാണി. നമ്മൾ വനശബ്ദം പഠിച്ച പോലെ നമ്മളിപ്പോൾ പറഞ്ഞും ചെയ്തല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വനശബ്ദം പോലെ മിത്രശബ്ദം പറഞ്ഞ് പഠിക്കുക. അമരകോശ, അമരകോശത്തിൽ പദങ്ങളുടെ പര്യായങ്ങൾ പദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അമരസിംഹനാണ് അമരകോശത്തിൻ്റെ കർത്താവെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശരീരം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ഒരു 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 2-3 വരികളായിട്ടാണ് പറയുന്നത് പദ്യരൂപത്തിൽ. ഗാത്രം, വപു, സംഹനനം, ശരീരം, വർഷ്മ, വിഗ്രഹ, കായോ, ദേഹ, ക്ലീബ, പുംസോ, സ്ത്രീയാം, മൂർത്തിസ്തനുസ്തനു ഒക്കെ. അത് വേറെ വേറെ ആക്കി എഴുതിയിട്ടുണ്ട്. ഈ വരി വെറുതെ ഒന്ന് വായിച്ചാൽ മതി, പിന്നെ അത് വേറെ വേറെ ആക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഗാത്രം ശരീരം, വപുഹു ശരീരം, സംഹനനം ശരീരം, ശരീരം ശരീരം, വർഷ്മ ശരീരം, വിഗ്രഹം ശരീരം, കായ ശരീരം, ദേഹ ശരീരം, മൂർത്തി ശരീരം, തനു ശരീരം, തനു ശരീരം. ഒക്കെ ശരീരത്തിൻ്റെ പര്യായ പദങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇനി മിത്രം,
സ്നിഗ്ധോ വയസ്യ സവയ അധ മിത്രം സഖാ സുഹൃത്ത്. അതിൻ്റെ വേറെ വേറെയൊക്കെ എഴുതുന്നൊക്കെ നോക്കാം. സ്നിഗ്ധ വയസ്യ സവയ മിത്രം സഖാ സുഹൃത്ത്. ഇനി സഹ ശബ്ദയോഗേ തൃതീയ. സഹ എന്ന ശബ്ദം അതിൻ്റെ യോഗത്തിൽ തൃതീയയിൽ പ്രയോഗിക്കണം. തൃതീയ നമ്മളിവിടെ ചില വാക്കിൻ്റെ തൃതീയ വിഭക്തിയൊക്കെ പഠിച്ചിട്ടുള്ളൂ. എന്നാലും ഇനിയും പഠിക്കുമല്ലോ. അപ്പോൾ സഹ എന്ന ശബ്ദത്തിൻ്റെ യോഗത്തിൽ, യോഗം എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുമ്പോൾ, സഹ എന്ന ശബ്ദം അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള പദം തൃതീയ വിഭക്തിയിൽ ആയിരിക്കണം. മിക്കവാറും മുന്നിലെ പദമായിരിക്കും. സഹ എന്ന വാക്കിൻ്റെ മുന്നിലുള്ള പദം തൃതീയ വിഭക്തിയിലായിരിക്കണം. ഉദാഹരണം: ബാലഹ മിത്രേണ സഹ വിദ്യാലയം ഗച്ഛതി. ബാലഹ കുട്ടി, മിത്രേണ സഹ മിത്രത്തോടു കൂടെ, വിദ്യാലയം ഗച്ഛതി വിദ്യാലയത്തിലേക്ക് പോകുന്നു. അപ്പോൾ സഹ എഴുതിയിട്ട് ഹകാരം എഴുതിയാൽ, ഹകാരം എന്ന് പറഞ്ഞാൽ ഹ എന്ന അക്ഷരം, അകാരം എന്ന് പറഞ്ഞാലോ ഹ എന്ന അക്ഷരം, ഇകാരം ഇ എന്ന അക്ഷരം, ഉകാരം ഉ എന്ന അക്ഷരം, ചകാരം ച എന്ന അക്ഷരം. അങ്ങനെയൊക്കെ ഉണ്ട് മക്കളെ. അപ്പം സ എന്ന അക്ഷരം കഴിഞ്ഞിട്ട് ഹകാരം എഴുതിയാൽ അതിന് കൂടെ എന്നാണ് അർത്ഥം, മിത്രത്തോടു കൂടെ. അടുത്തത് അത് തൃതീയ വിഭക്തിയിലെ വാക്കിനോട് കൂടിയിട്ടേ ചേർക്കുള്ളൂ. ശബ്ദകോശം അർത്ഥങ്ങൾ പറയാണ്. പദം സംസ്കൃതം മലയാളം ഞാൻ വായിക്കുന്നത് താഴോട്ടല്ല, നേരെ. അധുന ഇദാനീം ഇപ്പോൾ, കരോ ഹസ്തോ ഇരു കൈകൾ, കാര്യഹന്താരം പ്രവൃത്തി വിഘ്നകാരം പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്ന, ത്യാഗ ത്യാഗം, ദയാ കാരുണ്യം ദയ, ധ്യേയവാക്യാനി ആപ്തവാക്യാനി ധ്യേയവാക്യങ്ങൾ, നിധനാനി പ്രഭവസ്ഥാനാനി ഉറവിടങ്ങൾ, പക്ഷ്മണി നേത്രപക്ഷ്മണി കൺപോളകൾ, പരോക്ഷേ അപ്രത്യക്ഷേ പ്രത്യക്ഷത്തിലല്ലാതെ, പരോപകാര പരേഭ്യ ഉപകാര പരോപകാരം, പ്രത്യക്ഷേ അക്ഷ്ണോഹ പുരത കണ്ണിൻ്റെ മുന്നിലുള്ളതിനാണ് പ്രത്യക്ഷം എന്ന് പറയാം. മിത്രം സുഹൃത്ത്, മൂല്യവത് മൂല്യസഹിതം മൂല്യമുള്ള, മൈത്രി സൗഹൃദം, വർജേത് ത്യജേത് ഉപേക്ഷിക്കണം, സംസ്ഥിതി സംഗമഃ ഒന്നിച്ചായിരിക്കുക, സംഭാഷണം തമ്മിൽ സംസാരിക്കുക, സർവദാ സദാ എപ്പോഴും, ഭവതഃ ഗൃഹേ ഉദ്യാനമസ്തി ഖലു നിങ്ങളുടെ വീട്ടിൽ ഉദ്യാനമുണ്ടല്ലോ, കാനി പുഷ്പാണി തത്ര വിലസന്തി എന്തെല്ലാം പുഷ്പങ്ങളാണ് അവിടെ ഉള്ളത്, പ്രതിദിനം ഉദ്യാന പരിപാലനായ കിം കരോതി വദതു. അപ്പോഴേ പൂക്കളുടെ പേരുകൾ പറയാൻ പറഞ്ഞു. നമ്മൾ കുറേ പൂക്കളുടെ പേര് പഠിച്ചിട്ടുണ്ട്. നിങ്ങളതൊന്ന് ചിത്രപുസ്തകത്തിൽ ഉണ്ടാവുമല്ലോ, ചിത്രപദകോശത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നെടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇതാണ് നമ്മൾ ചിത്രം ഒട്ടിച്ച് വെക്കണം, പേര് എഴുതാൻ പഠിക്കണം, അല്ലെങ്കിൽ പറഞ്ഞ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല അക്കാലത്തൊന്നും. ഇനി എഴുതി പഠിക്കണം, പേരതിൻ്റെ നേരെ ചുവട്ടിൽ എഴുതണം. അപ്പോൾ നമുക്കറിയുന്ന പൂക്കളുടെ പേര് എഴുതുക. ഇനി പ്രതിദിനം ഉദ്യാന പരിപാലനായ കിം കരോതി എന്താണ് ഉദ്യാന പരിപാലനത്തിന് വേണ്ടി പ്രതിദിനം ചെയ്യുന്നത്? ചെടികൾ നമ്മൾ സിഞ്ചതി നനയ്ക്കും, ജലേന സിഞ്ചതി വെള്ളം കൊണ്ട് നനയ്ക്കും അല്ലേ. ലതാഹ ജലേന സിഞ്ചതി ലതകൾ ചെടികൾ വെള്ളം കൊണ്ട് നമ്മൾ സിഞ്ചതി നനയ്ക്കും. പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എഴുതിക്കോളിട്ടോ. ഇനി നോക്ക്, നല്ലൊരു വീടിൻ്റെ മുന്നിലൊരു പൂന്തോട്ടം, നല്ല 2 മക്കൾ, നല്ല പൂന്തോട്ടം. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പല പൂക്കളുമുണ്ട്. ജപാകുസുമം, സൂര്യകാന്തി, പിന്നെന്താണ് മല്ലിക,
അങ്ങനെയുള്ള പൂക്കളൊക്കെ ഉണ്ട്. സേവന്തിക, ഒന്നും കൂടെ ഞാൻ പറയാം. ജപാകുസുമം, സൂര്യകാന്തി, മല്ലിക, പിന്നെ ഇവിടെ ഗൃഹസ്യ ദക്ഷിണതഃ എന്തുണ്ട്? ദക്ഷിണതഃ കിമപി നാസ്തി, വാമതഃ ഇടതുഭാഗത്ത് കേരഹ, കദളി, വൃക്ഷഃ, ശുകഃ, കൂപഃ, കിണർ. ഇനി ഇതൊക്കെ ഞാൻ എല്ലാം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ പാഠം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പാഠഭാഗം ഒരു തവണ കൂടി നമുക്കൊന്ന് വായിക്കണം. പാഠം കുറച്ച് നീണ്ടൊരു പാഠമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വേഗത്തിൽ പോയിട്ടുണ്ട്. എന്നാലും സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇനി ഞാൻ ചിലപ്പോൾ പറഞ്ഞില്ലെന്ന് വരും, സമയം കൂടുതലുള്ളതുകൊണ്ട് ആണ് പറയാതിരിക്കുന്നത്. ചതുർത്ഥ പാഠഃ സൗഹൃദ കുസുമാനി. സത്യമേവ ജയതേ യതോ ധർമ്മസ്തതോ ജയ. ഏതാദൃശാനി ധ്യേയവാക്യാനി ശ്രുതവാക്യം. ഇത്തരത്തിലുള്ള ധ്യേയവാക്യങ്ങൾ കേട്ടിട്ടില്ലേ? ശ്രുതാനി ധ്യേയവാക്യാനി വദതു. അപ്പോൾ ധ്യേയവാക്യങ്ങൾ ശേഖരിക്കണം. ധ്യേയവാക്യ അത്ര ദത്ത് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാനവജീവനെ ധ്യേയവാക്യാനി ആപ്തവാക്യാനി സുഭാഷിതാനി ച നിതരാം പ്രാധാന്യം അർഹതി. ധ്യേയവാക്യങ്ങളും ആപ്തവാക്യങ്ങളും സുഭാഷിതങ്ങളും ഒക്കെ തന്നെ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നിതരാം, വളരെയധികം. മൂല്യാധിഷ്ഠിതം ഭവതി ജീവിതം. വിദ്യാലയാः സർവദാ ഏകത്വസ്യ സൗഹൃദസ്യ പ്രഭവസ്ഥാനാനി ഭവന്തി. എല്ലാം നമ്മൾ വിദ്യാലയത്തിൽ വെച്ചാണ് എല്ലാം നമുക്ക് നമ്മളിൽ ഉണ്ടായിത്തീരുന്ന എല്ലാ നല്ല വികാരങ്ങളും എല്ലാ നല്ല ശീലങ്ങളും ഏറെക്കുറെ വിദ്യാലയത്തിൽ നിന്ന് കൂടിയാണ് ഉണ്ടാകുന്നത്. പിന്നെ സ്നേഹ, ത്യാഗ, ദയ, മൈത്രി, പരോപകാര, കാരുണ്യം ഇത്യാദീനി വിവിധാനി മാനവിക മൂല്യാനി. മനുഷ്യനായിരിക്കെ നമുക്ക് വേണ്ടതായിട്ടുള്ള സദ്ഗുണങ്ങൾ ഇതെല്ലാം തന്നെ അധ്യയനേന സമാർജനീയാനി. അധ്യയനം കൊണ്ട്, പഠനം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ അറിവില്ലായ്മയൊക്കെ ഇല്ലാതായിട്ട് അറിവ് നമുക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് നന്നായി തീരുന്നു. സുഭാഷിതം പഠാമഹ. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. പഠിക്കണം, എഴുതി ശേഖരിക്കണം. അന്വയം. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം ച യതു മിത്രം താദൃശം മിത്രം പയോമുഖം വിഷകുംഭം ഇവ വർജയത്. അതിൻ്റെ ആശയം കാനിചന മിത്രാണി അസ്മാകം പുരതഃ പ്രിയം വദന്തി. ചിലർ നമ്മളോട് പ്രിയം പറയും. കിന്തു തേ അസ്മാകം അസാന്നിധ്യേ കാര്യവിഘ്നം കുറുവന്തി. എന്നാൽ നമ്മൾ കാണാതിരിക്കുമ്പോൾ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഉപരിഭാഗത്ത് ക്ഷീരയുക്തം, ക്ഷീരം വെച്ചിട്ട് അന്തഃ വിഷപൂർണം ച ഘടം. ഉള്ളിൽ മുഴുവനും വിഷം നിറച്ച ഒരു കുടമാണെങ്കിൽ അതിൻ്റെ വായ്ഭാഗത്ത് മാത്രം പാലൊഴിച്ചാൽ ആ പാല് കുടിക്കുന്നത് എപ്രകാരം അപകടം വരുത്തുമോ അത്രത്തോളം അപകടമാണ് ഇങ്ങനെയുള്ള മിത്രങ്ങളെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ. അങ്ങനെയുള്ള മിത്രങ്ങളെ എന്ത് ചെയ്യണം? വർജിക്കണം. കാര്യഹന്താരം കാര്യഹന്തീതി കാര്യഹന്ത. കാര്യത്തെ ഹനിക്കുന്നവൻ കാര്യഹന്താവ്. തം കാര്യഹന്താരം. അപ്പോൾ ദ്വിതീയായി ഭക്തിയായി. പ്രിയവാദിനം പ്രിയം വദതി ഇതി പ്രിയവാദി തം പ്രിയവാദിനം. അടുത്തത് കരാവിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അവിചാര്യ പ്രിയം കുര്യ തന്മിത്രം മിത്രമുച്യത്തെ. പദച്ഛേദം കരാവിവ. പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കരോവിവ. എല്ലായിടത്തും അങ്ങനത്തെ ഒരു സന്ധി വരും, അപ്പോൾ ശ്രദ്ധിക്കുക. നേത്രയോരിവ, നേത്രയോഹോ ഇവ, തന്മിത്രം തത് മിത്രം, മിത്രമുച്യത്തെ മിത്രം ഉച്യത്തെ. പദച്ഛേദം കഴിഞ്ഞു. അന്വയം. ശരീരസ്യ കരോ ഇവ. ശരീരത്തിന് എപ്രകാരം കരങ്ങൾ അപ്രകാരം തെറ്റിപ്പോയി. ശരീരസ്യ കരോ ഇവ. ശരീരത്തിന് കരങ്ങൾ എന്ന പോലെ നേത്രയോഹോ പക്ഷ്മണി ഇവ. കൺപോളകൾ പോലെ. യതു മിത്രം അവിചാര്യ പ്രിയം കുര്യാത്. യാതൊരു മിത്രമാണ് നമ്മൾ ആലോചിക്കുക കൂടി ചെയ്യാത്ത സമയത്ത് നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് തത് മിത്രം ഉച്ചത്. അങ്ങനെയുള്ള മിത്രമാണ് യഥാർത്ഥ മിത്രം.
ആശയം ദേഹസ്യ കൃതേ കരു ദേഹത്തിന് വേണ്ടി എപ്രകാരം 2 കൈകൾ, നയനയോഹ കൃതേ കണ്ണുകൾക്ക് വേണ്ടി 2 കൺപോളകൾ, യഥാ ഝടിത്യവ പ്രയോജനം പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യം അത് നിർവഹിച്ചിരിക്കും. തഥാ അപ്രകാരം യഹ അവിചാര്യ അസ്മഭ്യം സഹായം കരോതി സഹായേവ ഉത്തമ സുഹൃത്ത്. നമ്മൾ ആലോചിക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് സഹായം ചെയ്തു വെച്ചിട്ടുള്ള ആ ആളാണ് യഥാർത്ഥ മിത്രം. പദച്ഛേദ കരാവിവ കരോ ഇവ നേത്രയോരിവ നേത്രയോഹോ ഇവ യസ്യ മിത്രേണ സംഭാഷ യസ്യ മിത്രേണ സംസ്ഥിതി മിത്രേണ സഹ യോ ഭുങ്ക്തേ തതോ നാസ്തിഹ പുണ്യവാൻ. യസ്യ മിത്രേണ സംഭാഷ യസ്യ മിത്രേണ സംസ്ഥിതി മിത്രേണ സഹ യഹ ഭുങ്ക്തേ തതഹ ന അസ്തി ഇഹ പുണ്യവാൻ. അതിൻ്റെ അന്വയം യസ്യ മിത്രേണ സംഭാഷ യസ്യ മിത്രേണ സംസ്ഥിതി യഹ മിത്രേണ സഹ ഭുങ്ക്തേ തതഹ പുണ്യവാൻ ഇഹ നാസ്തി. ആശയം അർത്ഥം യഹ സുഹൃജനേന സഹ സംഭാഷണം കരോതി ആരാണോ സുഹൃജനങ്ങളോടുകൂടി സംഭാഷണം ചെയ്യുന്നത്, തേന സഹ വർത്തതെ അവനോടുകൂടി വർത്തിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കുന്നത്, തേന സഹ ഭുങ്ക്തേ അവനോടുകൂടി ഭക്ഷണം കഴിക്കുന്നത്, തസ്മാത് പുരുഷാത് അന്യഹ ആ പുരുഷനെ കൂടാതെ കോപി പുണ്യവാൻ അസ്മിൻ ലോകേന ആ പുരുഷവാനല്ലാതെ മറ്റൊരു പുണ്യവാൻ ഈ ലോകത്ത് ഇല്ല. പദച്ഛേദം തതോ നാസ്തിഹ തതഹ ന അസ്തി ന അസ്തിയാണ് നാസ്തി ഇഹ നാസ്തി ഇഹ ന അസ്തി ഇഹ നാസ്തി ഇഹ. ഇനി നമ്മൾ ഈ സുഭാഷിതം നന്നായിട്ട് അക്ഷരസ്ഫുടതയോടും പദജ്ഞാനത്തോടും ആശയാവബോധത്തോടും ഉചിതഭാവത്തോടും താളത്തോടും കൂടി പാടുക. ഒരു ടിപ്പണി പുസ്തകം ഉണ്ടാക്കുക. അതെല്ലാം പുസ്തകത്തിൽ ശേഖരിക്കുക. ഈ വരികളുടെ അർത്ഥത്തിനനുസരിച്ച് സുഭാഷിതം കണ്ടെത്തുക. ഇവിടുത്തുള്ള ഈ 3 സുഭാഷിതം തന്നെയാണ് മറ്റൊരു സുഭാഷിതം. പാപാൻ നിവാരയതി യോജയതേ ഹിതായ ഗുഹ്യം നിഗൂഹതി ഗുണാൻ പ്രകടീകരോതി ആപദ്ഗതം ച നജഹാതി ദദാതി കാലേ സന്മിത്രലക്ഷണമിതം പ്രവദന്തി സന്തഃ. ഇതാണ് നല്ല മിത്രങ്ങളുടെ ലക്ഷണമായിട്ട് സജ്ജനങ്ങൾ പറയുന്നത്. ഏത് തരത്തിലുള്ള ആളുകൾ? പാപം ചെയ്യാൻ സമ്മതിക്കില്ല, അതിൽ നിന്ന് നമ്മളെ ഒഴിച്ചു നിർത്തും, നല്ല കാര്യങ്ങൾ നമ്മളോടുകൂടി ചേർത്ത് നിർത്തും, പറയാൻ പാടില്ലാത്തത് പറയില്ല, ഗുണങ്ങളെ പ്രകടിപ്പിക്കും, ആപത്തിലകപ്പെടുമ്പോൾ നമ്മളെ ഉപേക്ഷിക്കുകയില്ല, നമുക്ക് ഏതെങ്കിലും ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഓരോരോ കാര്യങ്ങൾ തന്നിരിക്കും. അവനാണ് യഥാർത്ഥ മിത്രം. സുഭാഷിതാനി എന്ന് യഥാർത്ഥ മിത്രമെന്ന് സജ്ജനങ്ങൾ പറയുന്നു. സുഭാഷിതാനി പഠിത്വ ആശയം വദതു അവതാരയതു റിക്തസ്ഥാനാനി വനം വനേ വനാനി യാനം യാനേ യാനാനി നയനം നയനേ നയനാനി ശരീരം ശരീരേ ശരീരാണി മിത്രം മിത്രേ മിത്രാണി. പിന്നെ ഇത് എല്ലാം ഒന്ന് വായിക്കാൻ ആവുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ പദങ്ങളുടെ പര്യായ പദങ്ങളുണ്ട്, അർത്ഥമുണ്ട്. ഇത് ഇങ്ങനെ വേഗം ചെയ്യുന്നത് സമയക്കുറവ് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. നമസ്തേ.